സ്പൈസ് ആൻഡ് നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോൺ വെജ് വിഭവങ്ങളിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ചിക്കൻ. ആ ചിക്കൻ തന്നെ തേങ്ങാപ്പാലും തേങ്ങ അരച്ചതെല്ലാം ചേർത്ത് നമ്മൾ നാടൻ രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട്. തേങ്ങാപ്പാലും തേങ്ങ അരച്ചതെല്ലാം ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ കറി കട്ട് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. നമ്മൾ തേങ്ങാപ്പാലെല്ലാം ചേർക്കുന്നത് കണ്ടാൽ കോക്കനട്ട് ഓയിൽ തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. 2 മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 2 ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഗരം മസാല നമ്മുടെ വീട്ടിൽ പട്ടയും ഗ്രാമ്പൂ തക്കോലം അതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മിക്സ് മസാലയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല 1.5 ടീസ്പൂൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ക്യാൻഡ് ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന തേങ്ങാപ്പാലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ക്യാൻഡ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരവി അതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുത്താൽ ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചിരകി നന്നായിട്ട് അരച്ചെടുത്തതാണിത്. 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇത് ഞാൻ തേങ്ങാപ്പാലിന് ചേർത്തൊരു സ്വീറ്റ് സൈഡിലേക്കുള്ള കറി ആയതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1/4 കപ്പ് മല്ലിയിലയും എടുക്കുന്നുണ്ട്. ഇനി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്ത് സവാള നന്നായി ചൂടായതിനു ശേഷം ഞാൻ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ വെച്ചിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി മാത്രം കത്തിപ്പോവും. നമ്മുടെ കറികളിൽ ഏറ്റവും നന്നായിട്ട് കൊഴുപ്പ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് സവാള ചേർക്കുന്ന കറികളിൽ. പലപ്പോഴും പലരും സവാള കറക്റ്റായിട്ട് വേവാതെ കറി ഉണ്ടാക്കുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് വെള്ളമായ കറിയായി പോണത്. അപ്പോൾ കറിക്ക് കൊഴുപ്പ് കൊണ്ടുവരണമെങ്കിൽ സവാള നന്നായിട്ട് വേവണം. ക്ഷമയോടെ സവാള നന്നായിട്ട് വേവുന്നവരെ കാത്തിരിക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളക് നടുവെ കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു കറി ആയതുകൊണ്ട്, കാരണം തേങ്ങാപ്പാലെല്ലാം ഒഴിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു സ്വീറ്റ് ഫ്ലേവർ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും.
ഒരു 3 മിനിറ്റോളം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2-3 മിനിറ്റോളം. ഇപ്പൊ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. തക്കാളി ചെറുതായിട്ട് അരിയുന്നത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. തക്കാളി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റോളം തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ കുക്ക് ചെയ്യണം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത ശേഷം ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളർ ഒന്ന് മാറി ഒന്ന് വെള്ള കളർ ആവുന്ന വരെ കുക്ക് ചെയ്താൽ മതി. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ പെട്ടെന്ന് കത്തിപ്പോവും. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ കുക്ക് ആവുകയില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ വേവാൻ പാകത്തിന്. ഒരുപാട് വെള്ളം വേണ്ട, കാരണം തേങ്ങാപ്പാലും തേങ്ങയിലും ചേർക്കാനുള്ളതാണ്. ഇതിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റോളം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചിക്കൻ വെന്ത് കിട്ടും. ഇത് ചിക്കൻ അടുപ്പത്ത് വെച്ച് മൂടി അടച്ച ശേഷം ഞാൻ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ചിക്കൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ചിക്കൻ അടുപ്പത്തിരുന്ന് വെന്തിട്ടുണ്ട്. ചിക്കനിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഗ്രേവിയെല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3 മിനിറ്റോളം ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി കുക്ക് ചെയ്യാണ്. ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും തേങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം അടുപ്പത്തിരുന്ന് തേങ്ങ എല്ലാം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി നേരത്തെ എടുത്തു വെച്ച് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 3 മിനിറ്റോളം 3 to 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് കറി ഒരുപാട് കുറുകിയിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ്സിനനുസരിച്ച് ഉപ്പ് ഇപ്പോൾ കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് അതല്ല ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കറി ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് ഗ്രേവി ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതല്ല ഇനിയും കൂടുതൽ വേണമെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സാണ് കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 3 to 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ആകുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. ഇപ്പോൾ 5 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി വേവിച്ചെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഏകദേശം ഈ ഒരു പരുവത്തിലാണുള്ളത്. ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ അരച്ച് ചേർത്ത് തിക്കായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോക്കനട്ടിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ ചിക്കൻ റെഡിയാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഗ്രേവിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.